കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീതു ഹരീഷിനെ ഫോൺ വിളിക്കുമ്പോഴേക്കും രണ്ടുപേരും ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് നിന്ന അവളുടെ ചേട്ടൻ അഖിലും അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങളുടെ മോൾ ആകെ നാണക്കേടാക്കി വെക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്താടാ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അവളെ അവനുമായിട്ട് ഫോണിൽ സംസാരിക്കുക എന്താണെന്നറിയോ, ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് എന്നവൻ പറയുമ്പോൾ ഫാമിലി പ്ലാനിങ്ങോ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അതെ, കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എന്നവൻ പറയുമ്പോൾ അയ്യേ ഇവളെ ഇന്നു ഞാൻ എന്നും പറഞ്ഞ് അമ്മ ഒരു ചൂലും എടുത്ത് നീതുവിന്റെ റൂമിലേക്ക് ചെന്ന് ഡോറിൽ തട്ടുന്നുണ്ട്. അമ്മ വന്നു എന്ന് തോന്നുന്നു, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് നീതുവും കോൾ കട്ട് ചെയ്യാണ്. അവൾ വാതിൽ തുറക്കുമ്പോഴേക്കും അമ്മയും അവളെ ചൂലും എടുത്ത് തല്ലുന്നുണ്ട്. കൊല്ലുവടി നിന്നെ ഞാൻ എന്ന് അമ്മ പറയുമ്പോൾ എന്താ നിങ്ങൾക്ക്, എന്തിനാ എന്നെ തല്ലുന്നേ, നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. അതേടി എനിക്ക് ഭ്രാന്ത് പിടിക്കും, അതുപോലല്ലേ നീ അവനോട് സംസാരിക്കുന്നേ എന്ന് അമ്മ പറയുമ്പോഴേക്കും അവളും അഖിലിനെ ഒന്ന് നോക്കുന്നുണ്ട്. എന്തിനാ നോക്കുന്നേ, ഞാൻ കേട്ട കാര്യം തന്നെ പറഞ്ഞേ എന്ന് അവൻ പറയുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്ന ആളോട് ഞങ്ങളുടെ ഭാവി ജീവിതത്തെ പറ്റി സംസാരിക്കുന്നതിന് നിങ്ങൾക്കെന്താ, അത് കേട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങൾക്കാ ശരിക്കും ഭ്രാന്ത് എന്ന് അവളും പറയുന്നുണ്ട്. അമ്മയും ദേഷ്യത്തോടെ നീ നശിച്ചു പോവേടി എന്നും പറഞ്ഞ് വാതിലും അടിച്ച് പുറത്തേക്ക് പോവാണ്. പിന്നീട് രാവിലെ ആകുമ്പോൾ നിധിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഗ്രൗണ്ടിൽ നിധിയെ പ്രാക്ടീസ് ചെയ്യിക്കാണ് സുധീഷ്. അവൻ അതൊക്കെ ചെയ്യുന്നത് കണ്ട് നിങ്ങളെപ്പോലെ ഒരു ഫ്രോഡിനെ ഞാൻ എന്തിനു സ്നേഹിക്കണം എന്നവൾ പറഞ്ഞ കാര്യമൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും ഗ്രൗണ്ടൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നിധിയോടായി ഒന്ന് ട്രയൽ നോക്കാൻ പറയുന്നുണ്ട്. നിധി ആദ്യം ഒന്ന് കാലുകുത്തിയെങ്കിലും പിന്നീട് നന്നായി ട്രയൽ എടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും RT ഓഫീസർ വന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങാണ്. അങ്ങനെ ഓരോരുത്തരായി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുന്നുണ്ട്. നിധിയുടെ ഊഴമാവുമ്പോഴേക്കും നിധിക്കാകെ ടെൻഷൻ ആവുന്നുണ്ട്. എനിക്ക് ടെൻഷൻ ആവുന്നു എന്നവൾ പറയുമ്പോൾ എന്തിന്, എപ്പോഴും ഓടിക്കും പോലെ നേരെ അങ്ങ് ഓടിച്ചു പോയാൽ മതി, വേറൊന്നും ചിന്തിക്കണ്ട എന്നവനും പറയാണ്. പക്ഷേ വണ്ടി എടുക്കുമ്പോഴേക്കും നന്നായി ഓടിക്കാനാവാതെ കാല് കുത്തുന്നുണ്ട്. അത് കണ്ട് RT ഓഫീസറും നന്നായി ഓടിക്കാൻ പഠിച്ചിട്ട് വന്നാൽ പോരെ, ആ കുട്ടിയോട് പുറത്തേക്ക് പോകാൻ പറ എന്ന് പറയുന്നുണ്ട്. നിധിയും ആകെ വിഷമത്തോടെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാണ്. എന്തുപറ്റി നിധി, നന്നായി വണ്ടി ഓടിക്കുന്നതല്ലേ എന്നവൻ ചോദിക്കുമ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല സുധീഷേ, എന്തൊരു ടെൻഷൻ എന്നവളും പറയുന്നുണ്ട്. സുധീഷ് അപ്പോഴേക്കും നിധി ഒരു മിനിറ്റ് നിൽക്ക്, ഞാൻ ചെന്ന് എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കൂടി കിട്ടുമെന്ന് ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് RT ഓഫീസറിൻ്റെ അടുത്ത് ചെന്ന് നിധി നന്നായി വണ്ടി ഓടിക്കുന്നതാ, ഇന്നെന്താ പറ്റിയെന്നറിയില്ല, ചിലപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ ആകെ ഒന്ന് ടെൻഷനായതായിരിക്കും, സാർ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് തരണം, ഇത്തവണ എന്തായാലും തെറ്റിക്കില്ല എന്നൊക്കെ RT ഓഫീസറിനോട് പറയുമ്പോഴേക്കും അയാൾ ആദ്യമൊക്കെ എതിർക്കുന്നുണ്ടെങ്കിലും പിന്നീട് ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. സുധീഷ് സന്തോഷത്തോടെ നിധിയുടെ അടുത്ത് ചെല്ലുമ്പോഴേക്കും നിധിയും എന്നെ കൊണ്ടൊന്നും വയ്യ സുധീഷേ, എനിക്ക് പറ്റില്ല, എനിക്കാകെ ടെൻഷനാവുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് നടന്നു പോവാണ്. സുധീഷും അവളുടെ പുറകെ ചെന്ന് എന്തിനാ പിന്നെ പറ്റുന്നത്, വലിയ വായിൽ വർത്താനം പറയാൻ പറ്റുമല്ലോ, പറയുന്നതൊക്കെ വലിയ സ്വപ്നങ്ങളാണല്ലോ, ഇൻഡിപെൻഡൻ്റ് ആവണം, ഒറ്റയ്ക്ക് ജീവിക്കണം, കാറിൽ ഒരു കയ്യിൽ കോഫിയും പിടിച്ച് ഓടിച്ചു പോകണം, ഒരു സ്കൂട്ടി പോലും ഓടിക്കാൻ പറ്റില്ല, പിന്നെയല്ലേ കാറ്, തനിക്ക് വാചകം അടിക്കാനല്ലാതെ വേറെ ഒന്നിനും പറ്റില്ല, ഇവിടെ സ്ത്രീകളെ കണ്ടെയ്നർ കപ്പൽ എന്ന് പറഞ്ഞ് എന്തിന് വിമാനം വരെ ഓടിക്കുക, എന്നിട്ട് ഇയാൾക്ക് ഒരു സ്കൂട്ടി പോലും ഓടിക്കാൻ പറ്റുന്നില്ലേ, ദേ ഈ ഇൻഡിപെൻഡൻസിയും സ്ത്രീ ശാക്തീകരണമൊക്കെ വാക്കുകൾ മാത്രം പോരാ, പ്രവർത്തിച്ചും കൂടി കാണിക്കണം, മോഹം മാത്രം പോരാ, അതിനെയൊക്കെ നേരിടാനുള്ള വിൽ പവറും കൂടി വേണം, അത് ഇയാൾക്കില്ലടോ എന്നവൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നിധിയും ആകെ സഹികെട്ട് മതി നിർത്ത്, അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട, എനിക്ക് കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴേക്കും സുധീഷും ഒരു ചിരിയോടെ ഓഫീസറിൻ്റെ അടുത്ത് ചെന്ന് സർ നിധി റെഡി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ ആത്മവിശ്വാസത്തോടെ വണ്ടി ഓടിച്ച് ടെസ്റ്റ് പാസ്സാവുന്നുണ്ട്. അവൾ ഒരു ചിരിയോടെ ഓഫീസറുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അദ്ദേഹവും ഒരു ചിരിയോടെ ഇതാദ്യമേ ചെയ്താൽ പോരായിരുന്നു എന്ന് അവളോടായി ചോദിക്കുന്നുണ്ട്. പാസ് എന്നും പറഞ്ഞ് താൻ ഒപ്പിട്ട പേപ്പർ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. നിധിയും സന്തോഷത്തോടെ ആ പേപ്പറിലേക്ക് നോക്കി നിൽക്കുകയാണ്. സുധീഷും അവളുടെ അടുത്തേക്ക് വന്ന് അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ ഫലിച്ചു അല്ലേ എന്ന് പറയുമ്പോൾ എന്ത് മോട്ടിവേഷൻ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. അല്ല, മര്യാദക്ക് പറഞ്ഞാൽ നിധി അനുസരിക്കില്ല, അതുകൊണ്ട് ഒന്ന് ഇൻസൾട്ട് ചെയ്യാമെന്ന് കരുതി, അഭിമാനത്തെ തൊട്ട് കളിച്ചാൽ നിധി നിൽക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, എന്തായാലും ഇപ്പോൾ ടെസ്റ്റ് പാസ്സായില്ലേ, അതെ നിധി എന്നവൻ പറയുമ്പോഴേക്കും അവളൊന്ന് ചിരിക്കുന്നുണ്ട്. നിധി ഞാനൊന്ന് ATM പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവളെ എവിടെ നിർത്തിയിട്ട് അവൻ അങ്ങോട്ട് നടന്നു പോവുകയാണ്. അവളും സന്തോഷത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവിടെ നീതുവിൻ്റെ വീട്ടിൽ അച്ഛനും ഭക്ഷണവും കൊടുത്ത് അവിടെ തന്നെ നിൽക്കുകയാണ് നീതുവിൻ്റെ അമ്മ. മോളെവിടെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതിനെ തമ്പുരാട്ടി എഴുന്നേറ്റിട്ട് വേണ്ടേ എന്ന് അമ്മയും പറയുന്നുണ്ട്. 11 മണിയായില്ലേ, ഇനിയും എണീറ്റില്ലേ എന്നയാൾ ചോദിക്കുമ്പോൾ അച്ഛനായാലേ അതും പറഞ്ഞ് ഇങ്ങനെ നിന്നാ പോരാ, മോൾ എന്ത് ചെയ്യാന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് അന്വേഷിക്കണം, പാതിരാത്രി വരെ ഫോണിലാ, പിന്നെ എങ്ങനെയാ രാവിലെ കണ്ണുമിഴിയുന്നേ എന്നമ്മ പറയുമ്പോഴേക്കും നീതും വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അമ്മേ ചായ എന്നവൾ പറയുമ്പോഴേക്കും അമ്മയും ദേഷ്യത്തോടെ ഇപ്പം തരാടി നിനക്ക് ചായ എന്നും പറഞ്ഞ് ഒരു ചൂലെടുത്ത് അവളെ നേർക്കെറിയുന്നുണ്ട്. അവളും അത് തട്ടി മാറ്റിക്കൊണ്ട് രാത്രിയത്തെ അതേ മൂഡിലാണല്ലോ എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രാത്രി ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ടും ഒരു കുഴപ്പമില്ലാതെ അവൾ നടന്നു വരുന്നത് നോക്ക് എന്നമ്മ പറയുമ്പോൾ ഒരു ചായയല്ലേ ചോദിച്ചുള്ളൂ, തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, എന്തിനാ വഴക്കുണ്ടാക്കാൻ വരുന്നേ എന്ന് നീതും ചോദിക്കുന്നുണ്ട്. എടി ഞാൻ വഴക്കുണ്ടാക്കുന്നതാണോ പ്രശ്നം, ഇന്നലെ നീ എന്താ ചെയ്തത്, എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ കഥ കൊടിച്ച് അകത്തിരിക്കുന്ന സ്വഭാവം ആദ്യം നിർത്തണം,
ആദ്യം ആ വാതിലങ്ങ് ചവിട്ടിപ്പൊളിക്കണം, പിന്നെ നീ എങ്ങനെ വാതിലടച്ചിരിക്കും എന്ന് എനിക്ക് കാണണം എന്നമ്മ പറയുമ്പോൾ, അച്ഛാ ആദ്യം അമ്മയോട് ഒന്ന് വായടച്ചിരിക്കാൻ പറ, അതുകൊണ്ടാണ് ഞാൻ കഥ കടിച്ച് അകത്തിരിക്കുന്നത് എന്ന് നീതു പറയുമ്പോഴേക്കും, നീ കഥ കടച്ച് മര്യാദ കേൾക്കുകയാണെങ്കിൽ ഞാനും അഖിലൊന്നും പറയില്ലായിരുന്നു, എന്നിട്ട് അവൻ്റെ മേക്കിട്ട് കയറാനും അവനെ തല്ലാനും എന്നമ്മ പറയുമ്പോൾ, അപ്പോൾ അവൻ എന്നെ തല്ലുന്നതോ എന്നവളും ചോദിക്കുന്നുണ്ട്. അവൻ തല്ലുന്നതിന് തക്കതായ കാരണം ഉണ്ടാവും എന്നമ്മ പറയുമ്പോൾ, ആഹാ പ്രായമായ പെൺകുട്ടികളെ തല്ലുന്നതിന് ഒരാങ്ങളമാർക്കും അവകാശമില്ല, അതറിയാവോ നിങ്ങൾക്ക് എന്നവളും ചോദിക്കുന്നുണ്ട്. നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അമ്മയോ അവളെ തല്ലാൻ പോവാണ്. അപ്പോഴേക്കും അച്ഛനും ഒന്ന് നിർത്ത് മോളെ, ആ ചെറുക്കനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ, എനിക്കിനിയെങ്കിലും അത് നിർത്തിക്കൂടെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് വെച്ച് ഞാൻ എന്തിനു വിടാണോ വെച്ചാ, എനിക്കിഷ്ടമായ പോരെ എന്നവൾ തിരിച്ചു ചോദിക്കുമ്പോൾ, കണ്ടില്ലേ അവളുടെ തർക്കുത്തരം കണ്ടില്ലേ, ഇവളോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, ഇവൾക്ക് അഖിലേ പറ്റൂ, ചെവിടെ അടിച്ചൊന്ന് പൊട്ടിച്ചിട്ട് വേണം സംസാരിക്കാൻ എന്നമ്മ പറയുമ്പോഴേക്കും, ഓ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ എന്നവളും പറയുന്നുണ്ട്. അവളുടെ അഹങ്കാരം നോക്ക് എന്ന് പറഞ്ഞ് അമ്മ വീണ്ടും അവളെ തല്ലാനോങ്ങുമ്പോഴേക്കും അച്ഛനും അവരെ തടഞ്ഞുകൊണ്ട്, ഒന്ന് നിർത്ത് മോളെ, ദിവസവും ഇവിടുന്ന് കേൾക്കുന്ന വഴക്ക് കേട്ട് എല്ലാവരും ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി, ഞാൻ അവരോട് എന്തു പറയണം, ഒരു കൊള്ളരുതാത്തവൻ നിന്നെ വിളിച്ചുകൊണ്ട് നടക്കാന്ന് പറയണോ, അല്ല നിന്നെ അവനെ കെട്ടിച്ചു കൊടുക്കാൻ പോവാണോ എന്ന് പറയണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും, അതിലും ഭേദം എല്ലാവരും വിഷം കഴിച്ച് മരിക്കുന്നതാ എന്ന് അമ്മയും പറയുന്നുണ്ട്. അത് കേട്ട് നീതുവും, അല്ല അതാ എനിക്ക് മനസ്സിലാവാതെ, ഞാനും ഹരീഷും സ്നേഹിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം, അതിനെന്തിനാ നിങ്ങൾ ചാവാൻ പോകുന്നേ, ഞങ്ങൾ കല്യാണം കഴിച്ചാലും നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കണം എന്ന് അമ്മയും പറയുന്നുണ്ട്. എന്നാലേ ഒരു കാര്യം ചെയ്, ആരെങ്കിലും ചോദിച്ചാൽ അവൾ ഞങ്ങളുടെ മോളല്ല, ഞങ്ങൾക്ക് അഖിലെന്ന് പറയുന്ന ഒരു മോൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി, അഖിലാകുമ്പോൾ നല്ല അഭിമാനമാണല്ലോ ഉണ്ടാക്കി തന്നത് എന്നവൾ പറയുമ്പോഴേക്കും, നീതുവിൻ്റെ ഫോണിലേക്ക് ഹരീഷിൻ്റെ കോൾ വരുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ ഫോൺ എടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അമ്മയും ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി. കണ്ടില്ലേ അവനാ വിളിക്കുന്നത്, അവൻ എന്താ പറഞ്ഞത്, ഇവൾ മിണ്ടിയാലേ അവൻ മിണ്ടുമെന്ന്, എന്നിട്ടിപ്പോൾ നോക്ക് എന്നമ്മ പറയുമ്പോഴേക്കും അവളും ഫോൺ പിടിച്ചു വാങ്ങാൻ ഒരുങ്ങുന്നുണ്ട്. അമ്മ ദേഷ്യത്തോടെ, നീ എങ്ങനെ അവനോട് ഇനി സംസാരിക്കുന്നത് എന്ന് എനിക്ക് കാണണം എന്നും പറഞ്ഞ് ഫോൺ നിലത്തേക്ക് എറിയുന്നുണ്ട്. അവളും ഓടിച്ചെന്ന് ഫോൺ എടുത്തുകൊണ്ട്, എന്ത് പണിയാ അമ്മയെ കാണിച്ചേ എന്ന് പറയുമ്പോൾ, നീ ഇനി അവനെ എങ്ങനെ വിളിക്കും, എങ്ങനെ സംസാരിക്കുമെന്ന് എനിക്കറിയണം എന്ന് പറയുമ്പോൾ, ഫോൺ പൊട്ടിച്ചാൽ ഞാൻ അവനോട് സംസാരിക്കില്ല എന്ന് കരുതിയോ, ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കും, എന്ന് പോയി കാണും എന്നവൾ പറയുമ്പോഴേക്കും, നിർത്ത് എന്ന് അച്ഛനും പറയുന്നുണ്ട്. അവളും ദേഷ്യത്തോടെ ആ പൊട്ടിയ ഫോൺ എടുത്ത് തൻ്റെ മുറിയിലേക്ക് പോവാണ്. അവളോ ഇങ്ങനെയായി, നിനക്കെങ്കിലും ഒന്നും മിണ്ടാതിരുന്നൂടെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, ഓഹോ അവളെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം എൻ്റെ കുറ്റമായല്ലേ എന്ന് നോക്കിക്കോ, ഒരു ദിവസം നാറാൻ പോകുന്നത് നിങ്ങളാ എന്ന് പറഞ്ഞ് അമ്മയോ അവിടുന്ന് പോകുന്നുണ്ട്. നീതുവും തൻ്റെ പൊട്ടിയ ഫോൺ നോക്കി ടെൻഷനോടെ റൂമിലിരിക്കുന്നുണ്ട്. അവിടെ ബസ് സ്റ്റോപ്പിൽ അഖിലും കൂട്ടരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിധി ഓഫീസിൽ പോകാൻ റെഡിയായി അങ്ങോട്ട് വരുന്നത്. അവൾ വരുന്നത് കണ്ടതും അഖിലും ഫ്രണ്ട്സും അവളെ കളിയാക്കിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. അവൾ വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴേക്കും അഖിലും അവളെ നോക്കിക്കൊണ്ട് അഞ്ജലി എന്ന് വിളിക്കുന്നുണ്ട്. അവൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ, ഏയ് അഞ്ജലി എന്ന് വീണ്ടും അവൻ വിളിക്കാണ്. അവൾ സംശയത്തോടെ ചുറ്റും നോക്കുമ്പോഴേക്കും, നിന്നെ തന്നെയാ വിളിച്ചേ എന്നവനും പറയാണ്. അവൾ അവരെ മൈൻഡ് ചെയ്യാതെ വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുമ്പോഴേക്കും അഖിലും കൂട്ടരും അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിന്നെയാണ് അഞ്ജലി എന്ന് വിളിച്ചത്, പിന്നെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് അഖിൽ ചോദിക്കും. നിധി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവളുടെ ശരിക്കും പേര് അതാണോ അഖിലേ എന്ന് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. ശരിക്കുള്ള പേരെന്തായാലും ഇനി അവൾക്ക് ഞാനിട്ട പേര് മതി അല്ലേ എന്നവൻ ചോദിക്കുമ്പോൾ, നിധിയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട്, എന്താ അങ്ങനെ ഒരു പേരിടാൻ കാരണം എന്നവൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. ആ അതിനൊരു കാരണമുണ്ട്, അവൾക്കും അതറിയണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന്, 5 ആണുങ്ങളുടെ വീട്ടിൽ നീ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നില്ലേ, അതുകൊണ്ടാണ് നിനക്ക് അഞ്ജലി എന്ന് പേരിട്ടെ എന്നവൻ അവളോട് പറയുമ്പോഴേക്കും നിധിയും അവനെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അതിലൂടെ പോകുന്ന ചന്തുവും അവരുടെ സംസാരം കേട്ട് അവിടെ വണ്ടി നിർത്തി അതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അഖിലും കൂട്ടരും അവളെ കളിയാക്കുന്നത് കേട്ട് ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ഒരു ചേട്ടനും, എന്തൊക്കെ തോന്നിയാ സട പിള്ളേരെ നിങ്ങളീ പറയുന്നേ, 5 ആണുങ്ങളുടെ വീട്ടിൽ താമസിച്ചു എന്ന് വെച്ച് ആ കുട്ടിയെ അങ്ങനെയൊക്കെ വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, വേണമാവാ അങ്ങനെ തന്നെ വിളിക്കണം, അഞ്ജലി കിളിക്കൂട്ടിൽ ഒരു സോഷ്യൽ മീഡിയ പേജ് തുടങ്ങിയാൽ പെട്ടെന്ന് റീച്ചാവും എന്നവൻ പറയുമ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരും നിധിയെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. നിധിയും അവനെ ഒന്ന് നോക്കിയ ശേഷം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു പോവുകയാണ്. ചന്തുവും അതൊക്കെ കണ്ടുകൊണ്ട്, ഇതെന്തായാലും ഹരീഷേട്ടനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം, നിങ്ങളെ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. നിധി വിഷമത്തോടെ വീട്ടിലെത്തുമ്പോഴേക്കും മുറ്റത്ത് നിന്ന് നികേഷും, എന്തായിട്ടെത്തി ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ, ലീവാക്കിയോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അവളൊന്നും മിണ്ടാതെ ഹാളിൽ സോഫയിൽ ചെന്നിരുന്ന് കരയാണ്. സുഭാഷും സുധീഷും അങ്ങോട്ട് വന്ന്, എന്താ മോളെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും, എന്ത് പറ്റി നിധി എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നിധി ഒന്നും മിണ്ടാതെ പൊട്ടിക്കരയാണ്. നികേഷും സുധീഷും സുഭാഷും അവളെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവൾ ആദ്യമൊന്നും പറയാതെ അവസാനം അവൾ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. അവർ ദേഷ്യത്തോടെ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങാണ്. സുധീഷ് അവളുടെ കൈയും പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നികേഷും അവരുടെ കൂടെ ഇറങ്ങാൻ ഒരുങ്ങുന്നുണ്ട്. നീ വരണ്ട എന്ന് പറയുമ്പോഴേക്കും, ഞാൻ വന്നാൽ എന്താ കുഴപ്പം, ഇതുപോലെ ഇതിനു മുന്നേ നടന്നിട്ടുണ്ട്, ഏട്ടത്തി പറയേണ്ടത് പറഞ്ഞോണ്ടാ ഞാൻ ആരോടും പറയാഞ്ഞേ എന്ന് നികേഷും പറയുന്നുണ്ട്. ഇതൊക്കെ പറയാതിരിക്കേണ്ട കാര്യമാണോ, അന്നേ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ ഇവരെ നമുക്ക് നേരെയാക്കായിരുന്നു എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുധീഷും ഫോണെടുത്ത് ഹരീഷിനെ വിളിച്ചുകൊണ്ട്, ഹരീഷെ നീ കവലയിലേക്കൊന്ന് വാ, നമ്മുടെ നിധിയെ കുറച്ച് പേരൊന്ന് തോണ്ടി എന്ന് പറഞ്ഞ് നിധിയുടെ കൈയും പിടിച്ച്
നികേഷിനെയും സുഭാഷേട്ടനെയും കൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ദേഷ്യത്തോടെ നിധിയുടെ കൈയും പിടിച്ച് കവലയിലേക്ക് നടക്കുന്ന സുധീഷിനെയും സുഭാഷിനെയും നികേഷിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിൽക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും